ഇല്ല, അതിന്റെ എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിൽ ബണ്ണിയുടെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്. രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. ഇപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല. എല്ലാം സേഫ്. എനിക്കറിയില്ല എന്റെ അടുത്ത് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസുമാണ്. ജയിലറും മാമനും ഒക്കെ ഇറക്കി കഴിഞ്ഞപ്പം തമിഴ്നാട്ടിലെ ചില വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് മലയാള നടന്മാര് കൂടുതലായിട്ട് തമിഴില് വില്ലൻ വേഷം അവർക്ക് അർഹതപ്പെട്ടതാണ്, അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് അർഹതപ്പെട്ട കുറെ വില്ലൻ വേഷങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനങ്ങൾ വരുന്നത്. ഈ അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനം എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നു. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നും അല്ലല്ലോ തോന്നുന്നു. നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. ഫാദുക്ക ഇവിടെ എൻ്റെ പേര് ഫാസിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരാൾ. എന്റെ ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറിന്റെ സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഫാസിൽ എന്ന് ചോദ്യം ചെയ്യാം. അപ്പൊ അത് ഉമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകണല്ലോ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പൊ ടീച്ചറിന്റെ ചില കട്ടുകൾ ഈ ആജമണിക്കിന്റെ ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്. എസ്പെക്ട് ആയാലും സ്ലാങ്ങിന്റെ ചെറിയൊരു ആയിരുന്നു. അപ്പോൾ ഇതിന്റെ എങ്ങനെ ബ്രീഫ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആള് തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതല്ല. മമ്മൂക്ക വെച്ച് മഹേഷി എന്ന പടത്തിന് ഞാനെങ്ങനെ ലീഡാകുന്നത്? ഇല്ലില്ല, അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. പുഷ്പ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്. അതിന് ക്രൂരതയും പരിപാടിയൊന്നുമല്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്. രസമുണ്ട്. ഇല്ല, പുഷ്പയല്ല ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. അത് കഴിഞ്ഞിട്ട് മറ്റേ ആളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കാൻ വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിന്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല, പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിന്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്തതാണ്. പുഷ്പയിൽ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. ശരിയാ, നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. അപ്പം ഇതെല്ലാം ഫേസാണ്. ആവശ്യം പറയാം. ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ഉണ്ട്. കുറച്ച്